അപ്പാ, എണ്ണമില്ലിലെ 50,000 രൂപ ഞാൻ ബാങ്കിൽ അടച്ചിട്ടുണ്ട്. തടിമില്ലിലെ ഇനി കണക്കുകളൊന്നും എനിക്ക് കേൾക്കണ്ട. അപ്പൻ എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. എന്റെ വാക്കുകൾ ധിക്കരിക്കുന്ന എന്റെ മകൻ ഇനി മുതൽ എന്റെ ശത്രുക്കളുടെ ലിസ്റ്റിലാ. ഈ ഒരു കാര്യത്തിൽ മാത്രം അപ്പൻ എന്നോട് പിടിവാശി കാണിക്കരുത്. ഞാൻ ഇന്നലെ നമ്മുടെ പഴയ പല കാര്യങ്ങളിൽ പലതും അവനോട് ചോദിച്ചു. അവൻ എല്ലാത്തിനും കൃത്യമായ ഉത്തരവ് നൽകി. അവൻ എന്റെ മകൻ തോമച്ചൻ തന്നെയാണെന്നാ എന്റെ വിശ്വാസം. അവൻ നമ്മുടെ മകൻ തോമാച്ചനല്ല എന്നതാണ് എന്റെ പരിപൂർണമായ വിശ്വാസം. നീ അവനെ ഇന്ന് തന്നെ പറഞ്ഞയക്കുന്നതാണ് നല്ലത്. ഒരുപക്ഷെ അവൻ എന്റെ മകൻ തന്നെ ആണെങ്കിൽ എനിക്ക് എന്നേക്കുമായി അവൻ നഷ്ടപ്പെടില്ല. ഒരിക്കൽ അപ്പൻ പറഞ്ഞിട്ട അപ്പന്റെ മേശയിൽ നിന്ന് 100 രൂപ എടുത്തതിനാ ഞാൻ അവനെ തല്ലിയത്. പിന്നീട് അപ്പൻ പറഞ്ഞിട്ടാണ് 100 രൂപ എടുത്തതെന്ന് ഞാൻ അറിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്റെ മകനെ നഷ്ടപ്പെട്ടിരുന്നു. അക്കാരണത്താൽ പിന്നീട് എന്റെ അൽഫോൺസ് അമ്മ. അതിന് കുറ്റക്കാരൻ അല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ എല്ലാ നഷ്ടങ്ങൾക്കും കാരണക്കാരൻ ഞാൻ തന്നെ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം അപ്പൻ എന്നോട് പിണിക്കാനും വേണ്ടില്ല. തിരിച്ചു കിട്ടിയ മകനെ കൂടി ഇനി നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. നീ ഒന്നും നഷ്ടപ്പെടുത്തല്ല. നിനക്കൊരുപാട് നഷ്ടങ്ങൾ വരുത്തി വെച്ച എനിക്ക് ഇപ്പൊ നഷ്ടങ്ങളായി. നഷ്ടപ്പെട്ട് നിന്റെ മകനെ നീ നേടിയെന്ന് പറയുമ്പോ എന്റെ മകൻ പോന്നോച്ചൻ എനിക്ക് നഷ്ടമായി. സാരമില്ല, എല്ലാം നീ നേടിക്കോ. ഞാൻ നഷ്ടപ്പെട്ടോളാം. സത്യം പറയടാ, നീ എന്റെ മകൻ തോമച്ചൻ തന്നെയാണോ? അതോ പണത്തിന് വേണ്ടി പറ്റിക്കാൻ വന്നോളൂ? എങ്കിൽ പറ, എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. പക്ഷേ സത്യമായിട്ട് പറ, നീ എന്റെ മകൻ തോമച്ചൻ തന്നെയാണോ? അച്ഛൻ ഇനിയും വലിയ വിശ്വാസമായില്ലേ? എന്റെ കർത്താവേ, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? എനിക്കൊന്നും അറിയില്ല. വിഷമങ്ങന്റെ മനസ്സിൽ ഒരാള് നിൽക്കുന്നത് കണ്ടില്ലേ? പാവം. കേട്ടോ, ഞാനും നിങ്ങളുടെ കൂട്ടിൽപ്പെട്ട ഒരാളാ. നമുക്കൊന്നും മൃദുല വികാരങ്ങളില്ല. ജീവിതം അടിച്ച് പൊളിക്കാനുള്ളതല്ലേ. എന്താ നിന്റെ ഉദ്ദേശം? കളവാണോ? എങ്കിൽ എന്താണെന്ന് വെച്ചെടുത്ത് വേഗം സ്ഥലം വിട്ടോ. ഞങ്ങൾക്കൊരു വിരോധമില്ല. അപ്പോ ഞാൻ തോമാച്ചനല്ലെന്നാണ് നിങ്ങൾ പറയുന്നത്? നീ തോമാച്ചനല്ലെന്ന് മറ്റാരേക്കാൾ കൂടുതൽ എനിക്കറിയാം. യഥാർത്ഥ തോമാച്ചൻ മരിച്ചെന്നോ? ഞാനിവിടെ ജീവനോട് നിൽക്കുന്നത് കണ്ടില്ലേ? ഞാൻ തോമാച്ചനാ. നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. എങ്കിൽ യഥാർത്ഥ തോമാച്ചൻ എവിടെ? യഥാർത്ഥ തോമാച്ചനെ കൊന്നു. ഒരിക്കൽ ഇവിടെ ഒരു ഫോൺ കോൾ വന്നു.
അത് അറ്റൻഡ് ചെയ്തത് ഞാനായിരുന്നു. നാട്ടിലേക്ക് വരാനുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ തോമച്ചൻ തന്നെയാണ് ആ ഫോൺ ചെയ്തത്. അവനിവിടെ വന്നാൽ ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെടുമല്ലോ എന്ന് ഞാൻ ഭയന്നു. ഞാൻ അവനോടൊരു കള്ളം പറഞ്ഞു. അപ്പനും അപ്പൂപ്പനും എല്ലാവരും താമസിക്കുന്നത് എസ്റ്റേറ്റ് ബംഗ്ലാവിലാണെന്നും അങ്ങോട്ട് വരുവാനുള്ള വഴി ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പറഞ്ഞതുപോലെ അവൻ കൃത്യസമയത്ത് വന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അവന്റെ കഴുത്തഴിച്ച് കൊന്നു. ഇനി നിനക്ക് പറയാമോ നീയാ തോമാച്ചനെന്ന്? കാര്യങ്ങൾ ഇത്രയും തുറന്ന് പറഞ്ഞ സ്ഥിതിക്ക് തോമാച്ചനല്ലെന്ന് ഞാനും സമ്മതിക്കുന്നു. ഇവിടുത്തെ കഥകൾ കൃത്യമായി പഠിച്ചു വന്ന ഒരു തട്ടിപ്പുകാരനാണ് ഞാൻ. ഇനി സ്വത്ത് നമുക്ക് 3ആയി പങ്കുവെക്കണം. ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത് അത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അങ്ങനെ എന്നെ ഒഴിവാക്കി ഒറ്റയ്ക്കൊന്നും സൂക്ഷിക്കാം. അത് നിങ്ങൾ ആരും കരുതണ്ട. പോലീസിന്റെ തല്ലുകൊണ്ടെങ്കിൽ മര്യാദക്കാരി പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എന്റെ പൊന്നു മാത്യു ചേട്ടാ, ഫോൺ എടുത്ത് പോലീസിലേക്ക് വിളിക്ക്. നമ്പർ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 100 മുമ്പിക്ക 2. ആ വിളിക്ക്. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ജയിലോട്ട് പോവാം. നിങ്ങൾ തോമാച്ചനെ കൊന്ന കഥ ഞാൻ പോലീസിനോട് പറയും. നീ പറഞ്ഞാൽ അത് ആരും വിശ്വസിക്കില്ല. വിശ്വസിക്കും. അതിനുള്ള തെളിവെന്റെ കൈവശമുണ്ട്. ഇതാ കേൾക്ക്. ഞാൻ അവരോട് കള്ളം പറഞ്ഞു. അപ്പനും അപ്പൂപ്പനും എല്ലാവരും താമസിക്കുന്നത് എസ്റ്റേറ്റ് ബംഗ്ലാവിലാണ്. അങ്ങോട്ട് വരാനുള്ള വഴി ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പറഞ്ഞതുപോലെ കൃത്യസമയത്ത് തന്നെ അവൻ അവിടെ എത്തി. നിമിഷങ്ങൾക്കകം ഞാൻ അവനെ കഴുത്ത് ഞെരിച്ചു കൊന്നു. എന്താ പോരെ? മതി, ധാരാളം മതി. ഇനി പോലീസിലേക്ക് ഞാൻ വിളിക്കാം. നിങ്ങൾ രണ്ടുപേരും അത്തായി കഴിഞ്ഞാൽ എനിക്ക് സുഖമായല്ലോ. ഷെയർ 1. നീ വിളിക്കും അല്ലേ? അതിനു മുമ്പ് നിന്റെ കഥ ഞങ്ങൾ കഴിക്കും അല്ലേ തോമാച്ച? നോക്ക്, അതിബുദ്ധിയും അതിമോഹവും എല്ലാവർക്കും ആപത്ത്. ഒരുമിച്ച് നിൽക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. എന്ത് പറയുന്നു? എനിക്ക് സമ്മതമാണ്. നിനക്കോ? സമ്മതിക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നു മുതൽ നീ തോമാച്ചാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ അപ്പൂപ്പൻ ജീവിച്ചിരുന്നാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ആദ്യം അപ്പൂപ്പന്റെ കഥ കഴിക്കണം. എന്താ അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ വന്നിരിക്കുന്ന തോമച്ചൻ തന്നെയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. എന്താ ഇത്ര പെട്ടെന്ന് അങ്ങനെ തോന്നാൻ കാരണം? ഓരോ നിമിഷം കഴിയുന്തോറും അവൻ പറയുന്നത് സത്യമാണെന്ന് മനസ്സ് പറയുന്നു. അപ്പം ഞങ്ങളോട് ക്ഷമിക്കണം. കാര്യങ്ങൾ അറിയാതെ അവനെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. വന്നിരിക്കുന്നത് ശരിക്കും നമ്മുടെ തോമച്ചൻ തന്നെയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. കർത്താവേ, ഇവർക്ക് ഇപ്പോഴെങ്കിലും സത്യങ്ങൾ മനസ്സിലായല്ലോ. എനിക്ക് അത് മതി. ഞാൻ എന്നെ പറഞ്ഞില്ലേ അവൻ എന്റെ മോൻ തോമച്ചനാണ്. എന്റെ മോനെ കണ്ടാൽ എനിക്കറിയില്ലേ. ഇനി ഞങ്ങളായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അവന് വേണ്ട എന്താന്ന് വെച്ചാ അവന്റെ പേർക്ക് എഴുതി കൊടുത്തു. ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. അപ്പോ എങ്ങനെയാ സ്വത്തെല്ലാം എഴുതി കൊടുക്കട്ടോ? എല്ലാം അപ്പന്റെ ഇഷ്ടം പോലെ. എടാ മരമണ്ട, നീ ഇവനെ വാക്ക് വിശ്വസിച്ചോ? എല്ലാം കള്ളന്മാരല്ലേ? ആ സർക്കസുകാരനാണെങ്കിൽ പെരിങ്കള്ളന. അപ്പനിത് എന്ത് ഭാവിച്ചാ തുടങ്ങിയിരിക്കുന്നത്? ശബ്ദം കുറച്ച് സംസാരിക്കണം. ഇല്ല, ഇത്രയും കാലം ശബ്ദം കുറിച്ചതായി ഇതിനൊക്കെ കാരണം. ജീവിതത്തിൽ ആരെങ്കിലും ഒന്ന് വിശ്വസിക്കേ. നീ എന്തൊക്കെ പറഞ്ഞാലും 10 പൈസ ഞാൻ ആർക്കും എഴുതി കൊടുക്കില്ല. ഞാൻ ചത്തിട്ട് നിന്റെ ഇഷ്ടം പോലെ ചെയ്യടാ. കൊടുക്കാമായിരുന്നു, പക്ഷേ 90 കഴിഞ്ഞിട്ടും ചാകുന്നില്ലതായി പണ്ടാരം.
അവസാനം നീയും അത് പറഞ്ഞല്ലേ? എന്റെ മരണം നീയും ആഗ്രഹിക്കുന്നല്ലേ? അതുപോലെ നിന്റെ കൈ കൊണ്ട് എനിക്കൊരല്പം വിഷം എനിക്ക് കലക്കി തരാം. വാങ്ങിക്കുടിച്ച് സന്തോഷത്തോടെ ചത്തോളാം. ഞാൻ എന്തൊക്കെയായി പറഞ്ഞത്? എന്റെ നാവ് തന്നെ എന്നെ ചതിക്കുകയാണോ? ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നോട് പൊറുക്കണേ. എന്താ മോളെ? മോളെ ചായ കീറ, ഞാൻ അപ്പൂപ്പന് കൊടുത്തോളാം. എനിക്ക് എന്റെ അപ്പനോട് മാപ്പ് ചോദിക്കണം, മാപ്പ് ചോദിക്കണം. പറഞ്ഞതുപോലെ തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ശോശാമ അപ്പൂപ്പനോട് ചായയിൽ അവൾ അറിയാതെ ഞാൻ വിഷം ചേർത്തിട്ടുണ്ട്. എന്നാൽ ആ ചായ അവളോട് വാങ്ങി അപ്പൻ അപ്പൂപ്പന് കൊടുക്കാൻ അകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോ ഒരു വെടിക്ക് 2 പക്ഷി. ഇന്നത്തോടെ കിളവന്റെ കാര്യം ക്ലോസ്. എന്താണോ ഇത്ര വലിയ ചിരി? എന്നെ സന്തോഷമുള്ള കാര്യമാണെങ്കിൽ എന്നോട് കൂടി പറയണോ, ഞാനും കുടിച്ചിരിക്കാം. അതോ ഇനി എന്നെ കൊല്ലാനുള്ള വല്ല തന്ത്രവും ആലോചിക്കാമോ? കൊല്ലാനോ? ഞങ്ങൾ വെറുതെ ചിരിച്ചാണ്. അപ്പൻ ഇവിടെ നിൽക്കുകയായിരുന്ന അപ്പ, എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞത്. അപ്പൻ അതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കരുത്. എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിച്ചെങ്കിൽ അപ്പൻ ഈ ചായ വാങ്ങി കുടിക്കണം. നിന്നോട് ക്ഷമിക്കാതിരിക്കാൻ എനിക്ക് കഴിയോടെ പോകുന്ന നീ സന്തോഷത്തോടെ കൊണ്ടുവന്ന ചായ ഇതാ, ഞാൻ കുടിച്ചോളാം, ഞാൻ കുടിച്ചോളാം. ഇവരൊക്കെ നോക്കി നിൽക്കുമ്പോ എങ്ങനെയാ ഒറ്റയ്ക്ക് ഈ ചായ കുടിക്കുന്നത്? എടോ മാത്യുസേ, താൻ ഈ ചായ കുടിച്ചോ. എനിക്ക് വേണം, ഞാനിപ്പോ കുടിച്ചാ. എന്തിനാണോ താൻ പേടിക്കണത്? എടോ സർക്കസുകാരാ, താൻ ഈ ചായ കുടിച്ചോ. വേണ്ട അപ്പൂപ്പ, ഞാനിപ്പോ കുടിച്ചതാ. എന്നോട് ഇഷ്ടമില്ലെങ്കിൽ അപ്പൻ ആ ചായ അങ്ങ് കളഞ്ഞേ. ചായ കളയാനാ? മനുഷ്യനിവിടെ പരവശം എടുത്തിട്ട് വയ്യ. അപ്പഴാ ചായ കളയാൻ പോണത്. അങ്ങനെ പോകുമ്പോ ഞാൻ കുടിച്ചോളാം. വെള്ളഞ്ഞതല്ല, തേങ്ങാക്കള്ളൻ. ചായ ഞാൻ തന്നെ കുടിച്ചോളാം. ചൂട് കുറവാണെങ്കിലും നല്ല ചായ. എനിക്ക് ഇപ്പോഴാ സന്തോഷമായത്. അപ്പൻ എന്റെ തെറ്റുകളല്ല എന്നോട് പുറത്തല്ലോ, എനിക്കത് മതി. നിന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ പോലെ പോലച്ചാ നീ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു
പ്രിയപ്പെട്ടവരെ, അടുത്ത ലേറ്റ് ഓഫ് തങ്ങുന്ന രംഗത്തോടെ ഈ നാടകം ഇന്ന് ഈ വേദിയിൽ പൂർണ്ണമാകും. ഞങ്ങൾക്കിന്ന് ഈ മനോഹരമായ വേദി ഒരുക്കി തന്ന ഇതിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും ഞങ്ങൾക്കുള്ള അഗൈകമായ നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. നല്ല രീതിയിൽ ശബ്ദവും വിളിച്ചോ നൽകി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതിലയ കൂഴുവട്ടംപള്ളി എരൂർ, ഇതിലെ മുഴുവൻ പ്രവർത്തകർക്കും അതിൻ്റെ പ്രൊപ്പറേറ്റർക്കും വീണാറയുടെ നന്ദി, സ്നേഹം. ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷം നൽകി ഈ നാടകം നല്ല രീതിയിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ നാടകത്തിൻ്റെ ആരെങ്കിലും അണിയറയിൽ പ്രവർത്തിച്ചവരെ ഞങ്ങൾ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഗാനരചന ചമ്പഴന്തി ചന്ദ്രബാബു, സംഗീതം സെബി നായരമ്പലം, റെക്കോർഡിംഗ് ശാന്ത സിസിലിയ തോപ്പുംപടി, പാടിയത് ബിജു നാരായണൻ, ക്രിസ്റ്റർ ആൻഡ് പ്രവീണ, രംഗപടം ജോയ് കളർച്ചാമ്പർ, രംഗമൊരുക്കുന്നത് VNRയിലെ കലാകാരന്മാർ, പശ്ചാത്തല സംഗീത നിയന്ത്രണം രഞ്ജിത് കുമാർ MT, പ്രകാശ നിയന്ത്രണം ഷിബിൻ പള്ളിനട, സാങ്കേതിക സഹായം രാജേഷ് S ആൻഡ് നമ്പ്യാർ സാർ, കോർഡിനേറ്റർ ജോണി പയ്യനാടത്ത്, അവതരണം VNRI. പ്രിയപ്പെട്ടവരെ, ഈ നാടകത്തിൽ വേഷമിടുന്നവരും കഥാപാത്രങ്ങളും: അപ്പുപ്പൻ KM പീറ്റർ, പൗലോച്ചൻ ജോസഫ് പയ്യനാടത്ത്, മാത്യൂസ് രാധാകൃഷ്ണൻ SP, ഇട്ടിച്ചൻ SR സുനിൽ, തോമാച്ചൻ പ്രേംചന്ദ് പേരപ്പറമ്പിൽ, ശോശാമ ഷൈനി ജോൺ, നീലാംബരി അനുജ സുനിൽ, കൂടാതെ ജോണി പയ്യനാടത്തും രാധാകൃഷ്ണനും രവീന്ദ്രനും രംഗത്ത് വരുന്നു. നാടകരചന ബെന്നി P നായരമ്പലം, സംവിധാനം വിജയൻ മാവുക്കൽ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നിങ്ങളുടെ ഏവരുടെയും നിശബ്ദമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നാടകത്തിന്റെ രണ്ടാം പകുതിയിലേക്ക്. സമയം അറിയില്ലേ?
അപ്പം കൊടുത്ത ചായ കുടിച്ചിട്ടാണ് അപ്പൂപ്പ മരിച്ചത്. ഇല്ല,